പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫങ്ഷണൽ അപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നും ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നീ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. ക്യാപിറ്റലൈസേഷൻ എന്താണ്? ക്യാപിറ്റലൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. ക്യാപിറ്റലൈസേഷൻ എന്താണ് വിശദമായി നമുക്ക് നോക്കാം. സിംപ്ലി റിഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ എ ബിസിനസ് എന്റർപ്രൈസസ്. സാധാരണ രീതിയിൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. It refers to the amount of capital invested in a business enterprises is known as capitalization. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ക്യാപിറ്റലും ക്യാപിറ്റലൈസേഷനും രണ്ടും സെയിം ആണോ എന്ന്. രണ്ടും ഡിഫറൻ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഷെയർ ക്യാപിറ്റൽ മാത്രമാണ്. അതായത് ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് ഷെയർ ക്യാപിറ്റൽ. അതാണ് സാധാരണ രീതിയിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ മാത്രമല്ല, ഷെയർ ക്യാപിറ്റലും ക്യാപിറ്റലൈസേഷന്റെ ഒരു ഭാഗം മാത്രമാണ്. ദെൻ അതർ സോഴ്സ് ഓഫ് ഫണ്ട്, ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ലോങ് ടേം ലോൺസ്, എനി അതർ ഫണ്ട്സ്, റിസർവ്സ്, ഇതൊക്കെ ഷെയർ ക്യാപിറ്റലൈസേഷന്റെ ഭാഗമാണ്. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ മാത്രമാണ്. പക്ഷെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലും കൂടി ക്യാപിറ്റലൈസേഷന്റെ ഭാഗമാണ്. അതൊരു ഭാഗം മാത്രമേ. ബാക്കിയുള്ള അതർ ലോങ് ടേം ഫണ്ട് ഒക്കെ ക്യാപിറ്റലൈസേഷന്റെ ഭാഗമാണ്. അപ്പോൾ സിംപ്ലി ക്യാപിറ്റലൈസേഷൻ മീൻസ് ഇറ്റ്സ് an amount of capital invested in the business enterprises. Okay. Capitalization refers to the process of determining the plan or pattern of financing. Capitalization എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഫോർ വാട്ട്? ഡിറ്റർമിനിങ് ദ പ്ലാൻ ഓർ പാറ്റേൺ ഓഫ് ഫിനാൻസിങ്. ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്ലാൻ, അതുപോലെ തന്നെ അതിന്റെ പാറ്റേൺ ഡിറ്റർമിൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ സിംപ്ലി മീൻസ് ഇറ്റ്സ് എ പ്രോസസ് ഫോർ ഡിറ്റർമിനിങ് ദ പ്ലാൻ ഓർ പാറ്റേൺ ഓഫ് ഫൈനാൻസിങ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഷെയർ ക്യാപിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഇൻക്ലൂഡ്സ് ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ബോറോയിങ്സ്, ലോങ് ടേം ലോൺസ്, other long term funds also included in the term of capitalization. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഈ പറയുന്ന ഷെയർ ക്യാപിറ്റലും റിസർവ്, ഡിബഞ്ചേഴ്സ്, അതർ ലോങ് ടേം ഫണ്ട് എല്ലാം ഉൾപ്പെടുന്നതാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ക്യാപിറ്റലൈസേഷൻ ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്. അതുകൊണ്ട് തന്നെ ഷെയർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റലിന്റെ കൂടെ ഫ്രീ റിസർവും, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ് ഇതൊക്കെ കൂട്ടുന്ന ആ ഒരു ആകത്തുകയാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ എന്താണ് ക്യാപിറ്റലൈസേഷൻ? ഞാൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ക്യാപിറ്റലും ക്യാപിറ്റലൈസേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ക്യാപിറ്റലൈസേഷൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. സാധാരണ രീതി രണ്ട് തിയറീസ് ആണ് ക്യാപിറ്റലൈസേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ഒന്ന് കോസ്റ്റ് തിയറി, അതുപോലെ തന്നെ ഏർണിംഗ്സ് തിയറി. അപ്പോൾ എന്താ അതൊന്ന് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് തിയറി. അപ്പോൾ തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു two categories, two major heads, that is cost theory and earnings theory. According to cost theory, the value of a company is arrived by adding the cost of fixed asset, the amount of regular working capital required to run a business, promotion expense, etc. അപ്പോൾ according to cost theory, capitalization or the value of company means it arrived by adding the cost of fixed asset and the amount of working capital and the promotional expense. അപ്പോൾ കോസ്റ്റ് തിയറി പ്രകാരം ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് ഏതൊക്കെ കൂടിയതാണ്? കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സഡ് അസറ്റ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ amount of regular working capital that required to business every organization for day-to-day activities, that capital is called working capital.
അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട്, കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ പ്രൊമോഷൻ എക്സ്പെൻസ്, പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടിയതാണ്. ഇതിന്റെയൊക്കെ ആകെ തുകയാണ് കോസ്റ്റ് തിയറിയിൽ വാല്യൂ ഓഫ് ഫേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റലൈസേഷൻ കോസ്റ്റ് തിയറി പ്രകാരം ഈ പറയുന്നതിന്റെയൊക്കെ ആകെ തുകയാണ്, ആകെ കോസ്റ്റ് ആണ് കോസ്റ്റ് തിയറിയിൽ പറയുന്നത്. Thus, the amount of capitalization equal to the total cost of setting up a business enterprises. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി പ്രകാരം ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻസ് നമ്മൾ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുണ്ടാകുന്ന ആകെ ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റലൈസേഷൻ എന്ന് കോസ്റ്റ് തിയറി പ്രകാരം പറയുന്നത്. ദിസ് തിയറി ഈസ് സ്യൂട്ടബിൾ ഇൻ ദ കേസ് ഓഫ് ന്യൂ കമ്പനി. ന്യൂ കമ്പനിക്കാണ് ഈ തിയറി ഏറ്റവും സ്യൂട്ടബിൾ ആയ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി കോസ്റ്റ് തിയറിയാണ്. ഇവിടെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് എ ബിസിനസ്. ക്യാപിറ്റലൈസേഷൻ ഈക്വൽ ടു total cost of setting up of a business. That is why it is called cost theory. The next one, earnings theory. What about earnings theory? This theory states that the true value of an enterprises or capitalization depends upon its earnings and earning capacity. According to earnings theory, the value of the firm or value of an enterprises depend upon the earnings of the company or earning capacity of the company, അല്ലെങ്കിൽ total earnings of the company. അപ്പോൾ ഈ ഒരു ഏർണിംഗ്സ് തിയറി പ്രകാരം ഒരു ബിസിനസിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ആ ബിസിനസിന്റെ ടോട്ടൽ ഏർണിംഗ്സ് ആണ്, അല്ലെങ്കിൽ ഏർണിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് അല്ലെങ്കിൽ പറയുന്നത്, വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് ഏർണിംഗ്സ് തിയറി പ്രകാരം. അണ്ടർ ദിസ് തിയറി ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഈസ് ഈക്വൽ ടു ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് എസ്റ്റിമേറ്റഡ് ഏർണിംഗ്സ്. അപ്പോൾ ഈ തിയറി പ്രകാരം ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈക്വൽ ടു ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ഏർണിംഗ്സ്, എസ്റ്റിമേറ്റഡ് ഏർണിംഗ്സ്. ക്യാപിറ്റലൈസ്ഡ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത വാല്യൂ, ദാറ്റ് മീൻസ് ദ എമൗണ്ട്, ആ ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എസ്റ്റിമേറ്റഡ് ഏർണിംഗ്സ് ആണ് ഇവിടെ ക്യാപിറ്റലൈസേഷൻ എന്ന് കൊണ്ടർത്ഥമാക്കുന്നത്. അപ്പോൾ ഏർണിംഗ്സ് തിയറി പ്രകാരം ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് എസ്റ്റിമേറ്റഡ് ഏർണിംഗ്സ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഏർണിംഗ്സ് തിയറി. അപ്പോൾ തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ രണ്ട് പ്രധാനപ്പെട്ട തിയറി, ഒന്ന് കോസ്റ്റ് തിയറി, ഒന്ന് ഏർണിംഗ്സ് തിയറി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ദ നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. സാധാരണ രീതിയിൽ ഇതൊക്കെ മുമ്പേ നമ്മൾ കേട്ട ടേമുകളാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ടൈപ്സ് ഓഫ് ക്യാപിറ്റലൈസേഷൻ സാധാരണ രീതിയിൽ രണ്ടാണ്, ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ. പിന്നെ ഒരു ഫെയർ ക്യാപിറ്റലൈസേഷനും കൂടിയുണ്ട്, ഒരു ഓപ്റ്റിമം ക്യാപിറ്റലൈസേഷൻ എന്നൊക്കെ പറയും. അതെ. അപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണ്? ഓവർ ക്യാപിറ്റലൈസേഷൻ, ലെറ്റ് us see. Simply stated, over capitalization means more capital than actually required. Over capitalization means more capital than actually required. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾക്ക് ആക്ച്വലി ആയിട്ട് നമ്മൾക്ക് വേണ്ട, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 5 lakh എന്നാണെന്ന് വിചാരിക്കുക. 5 lakh ആണ് നമ്മുടെ നമ്മൾക്ക് വേണ്ട സ്റ്റാൻഡേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, റിക്വയർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വൽ ക്യാപിറ്റൽ എന്നൊരു 6 lakh ആണെന്ന് വിചാരിക്കുക. അപ്പോൾ there is a difference between 1 lakh. That amount is called over capitalization, അല്ലെങ്കിൽ that situation is called over capitalization. അപ്പോൾ നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ക്യാപിറ്റൽ, റിക്വയർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh ആവശ്യമുള്ളൂ, പക്ഷെ നമ്മൾക്ക് 6 lakh ആണ് ആക്ച്വൽ ക്യാപിറ്റലൈസേഷൻ ആണെങ്കിൽ that situation is called over capitalization. The company is said to be over capitalized. Therefore, in over capitalized company, the invested funds are not properly used. അപ്പോൾ ഈ ഓവർ ക്യാപിറ്റലൈസ്ഡ് ആയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പറയുന്ന ഫണ്ട് അവിടെ വെറുതെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാതെ അവിടെ കെട്ടിക്കിടക്കുമെന്ന് പറയും. അല്ലെങ്കിൽ അവിടെ ഫണ്ട്സ് ആർ നോട്ട് പ്രോപ്പർലി യൂസ്ഡ് ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്, അത് അവിടെ തന്നെ കിടക്കും. അതാണ് ഓവർ ക്യാപിറ്റൽ. ആ സിറ്റുവേഷനാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. Overcapitalization arises when the earnings of the companies are not sufficient to give a fair rate of return on capital employed. That means interest on long-term loans and debentures and dividend on shares. Overcapitalized ആയ കമ്പനിയിൽ ഏർണിംഗ്സ്, അവിടെ ഓവർ ക്യാപിറ്റലൈസേഷൻ ആണ് ഒരു കമ്പനി എങ്കിൽ when the earnings of the companies are not sufficient to give a fair rate of return on capital employed.
അപ്പോൾ ഓവർ ക്യാപിറ്റലൈസ്ഡ് ആയ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏർണിങ്സ് അവരുടെ ഫെയർ റേറ്റ് ഓഫ് റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡിന് സഫീഷ്യന്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം 5 ലക്ഷം ആണ് നമ്മുടെ ക്യാപിറ്റൽ, 6 ലക്ഷം ഓൾറെഡി നമ്മൾ ആക്ച്വൽ 5 ലക്ഷം സ്റ്റാൻഡേർഡ് ക്യാപിറ്റൽ, പക്ഷെ നമ്മുടെ ഫിക്സ് ചെയ്ത ക്യാപിറ്റൽ റിക്വയർഡ് ക്യാപിറ്റൽ, പക്ഷെ നമുക്ക് ആക്ച്വൽ ക്യാപിറ്റൽ 6 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 6 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ നമ്മൾ ഉപയോഗിക്കാതെ അവിടെ തന്നെ നമുക്ക് എക്സസ് ആയി നിൽക്കുന്ന ഒരു പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്ത ഒരു ഫണ്ടാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന റിട്ടേൺ കൊടുക്കേണ്ടത് ഈ പറയുന്ന എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കണം. അവരത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, റിട്ടേൺ കൊടുക്കേണ്ട എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കണം. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി അത് ഒരു ഷെയറിന്റെ വാല്യൂവിൽ എന്തുണ്ടാവാം, കുറവ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ അൺയൂസ്ഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോട്ട് പ്രോപ്പർലി ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന ഫിക്സഡ് ഒബ്ലിഗേഷൻ ആയ ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ലോൺസ്, ഡിബഞ്ചേഴ്സ് ഇൻട്രസ്റ്റ്, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് കൊടുക്കാൻ നമ്മൾക്ക് ഫണ്ട് ലഭ്യത ഉണ്ടാകില്ല. ഓക്കെ, അതേപോലെ തന്നെ ദിസ് ഈസ് ബിക്കോസ് ദ റേറ്റ് ഓഫ് ഏർണിംഗ്സ് ഓവർ ക്യാപിറ്റലൈസ്ഡ് കമ്പനി വിൽ ബി ലോവർ ഇൻ റിലേറ്റഡ് ടു ദ റേറ്റ് ഓഫ് എൻജോയ്ഡ് ബൈ സിമിലർ കമ്പനീസ്. അപ്പോൾ ഇതേ തരത്തിലുള്ള മറ്റുള്ള കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ഏർണിംഗ്സ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ കമ്പനി മറ്റൊരു കമ്പനിയുമായി ഇതേപോലത്തെ കമ്പനിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം വി ആർ ഓവർ ക്യാപിറ്റലൈസ്ഡ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനെയാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓവർ ക്യാപിറ്റലൈസേഷൻ ഡസ് നോട്ട് മീൻസ് എക്സസ് ക്യാപിറ്റൽ. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എക്സസ് ക്യാപിറ്റൽ ആണെന്ന് വിചാരിച്ചേക്കില്ലേ. ഓക്കെ, it only means the existing capital is no effectively utilized. അപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എക്സസ് ആയിട്ട് കുറെ ക്യാപിറ്റൽ കിടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനർത്ഥം എന്താണ്, നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ നമ്മൾക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അതവിടെ കെട്ടിക്കിടക്കുന്നു. ദാറ്റ് സിറ്റുവേഷൻ ഈസ് സെഡ് ടു ബി എ over capitalized. That situation is called over capitalization. Okay, as a result the rate of earnings and dividend payable to equity shareholders fall. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഒക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഏർണിംഗ്സും അതുപോലെ തന്നെ ഡിവിഡൻഡ് പേയബിൾ ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫാൾ എന്ന് പറഞ്ഞാൽ കുറയും. നമ്മൾ ഇത് കൊടുക്കുന്ന ഡിവിഡൻഡും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഏർണിംഗും നമ്മൾക്ക് നമ്മുടെ ബിസിനസിന്റെ കുറയുമെന്ന് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. Then second classification, under capitalization. അപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ദ ക്യാപിറ്റൽ ദാൻ ആക്ച്വലി റിക്വയർഡ്. ഓവർ ക്യാപിറ്റലൈസേഷൻ മീൻസ് മോർ ക്യാപിറ്റൽ ദാൻ ആക്ച്വലി റിക്വയർഡ്. നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓവർ ക്യാപിറ്റലൈസേഷൻ ആയ കമ്പനി ദേ ആർ നോട്ട് പ്രോപ്പർലി യൂസ്ഡ് their funds. Therefore, certain problems are there because they are not sufficient. Company are not sufficient to give a fair rate of return to the shareholders or fixed income bearing fixed income charging securities. That means interest on long debentures, etc. അതുപോലെ തന്നെ മറ്റുള്ള കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിക്ക് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവുമായിരിക്കും. അപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ നിങ്ങൾ ഒരിക്കലും അത് എക്സസ് ക്യാപിറ്റൽ ആണെന്ന് മീൻ ചെയ്യല്ല. നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കാതെ അവിടെ കെട്ടിക്കിടക്കുന്നതിനെയാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റേറ്റ് ഓഫ് ഏർണിംഗ്സും ഡിവിഡൻഡ് പേയബിൾ ചെയ്യുന്ന കപ്പാസിറ്റി ഒക്കെ നമ്മളത് കുറയുകയും ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അണ്ടർ ക്യാപിറ്റലൈസേഷൻ, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ഓവർ ക്യാപിറ്റലൈസേഷൻ. എന്താ വിശദമായിട്ട് നോക്കാം. ഇറ്റ്സ് എ റിവേഴ്സ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. A company is under capital when its earnings are very high in relation to the similar companies or when real value of asset is more than the book value. അപ്പോൾ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആക്ച്വൽ ക്യാപിറ്റൽ റിക്വയർഡ് ക്യാപിറ്റലിനേക്കാളും കുറവാണ് അവരുടെ ആക്ച്വൽ ക്യാപിറ്റൽ എങ്കിൽ അതിനെയാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അവിടെയുള്ള ഫണ്ടൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് ആവശ്യത്തിന് തന്നെ അവർ അണ്ടർ ക്യാപിറ്റലൈസ്ഡ് ആണ്. കാരണം അവരുടെ ഓരോ ആവശ്യത്തിനും വളരെ ടൈറ്റ് ആയിട്ടാണ് അവരുടെ ഫണ്ട് ഉള്ളത്. അപ്പൊ അത് പ്രോപ്പറായിട്ട് അവർ ഉപയോഗിക്കുകയും അതുവഴി അവരുടെ ഏർണിങ്സ് വെരി ഹൈ ആവുകയും ചെയ്യും. മറ്റുള്ള കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ഏർണിങ്സ് വളരെ ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ അവരുടെ അസറ്റിന്റെ റിയൽ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, അതർ ദാൻ ബുക്ക് വാല്യൂ, മോർ ദാൻ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ അസറ്റിന്റെ വാല്യൂ ഒക്കെ വളരെ
ഹൈ ആയിരിക്കും, അവർ അണ്ടർ ക്യാപിറ്റലൈസ്ഡ് ആയ ഒരു കമ്പനിയാണ്. When the actual capitalization is lower than the proper or standard capitalization, the state of undercapitalization. എന്താണ് undercapitalization എന്ന് പറഞ്ഞാൽ actual capitalization is lower than the proper or standard cap. ഒരു സ്റ്റാൻഡേർഡ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ ഫിക്സ് ചെയ്യും, അതിനേക്കാളും കുറവാണ് ആക്ച്വൽ ക്യാപിറ്റലൈസേഷൻ, ആൻഡ് ദാറ്റ് സിറ്റുവേഷൻ ഈസ് കോൾഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫണ്ടൊക്കെ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും. When a company is a shortage of capital, the company will be undercapitalized. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നം, ഇങ്ങനെ അവിടെ ഷോർട്ടേജ് ഉണ്ടായാൽ ഒരു കമ്പനിയിൽ എപ്പോഴാണ് അവരുടെ ക്യാപിറ്റൽ ഷോർട്ടേജ് ഉണ്ടാവുന്നത്, ആ സിറ്റുവേഷനെ നമുക്ക് എന്ത് വിളിക്കാം, അണ്ടർ ക്യാപിറ്റലൈസ്ഡ് ആണ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അവിടുത്തെ സാധാരണ ഇത് റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ വളരെ ഹൈ ആയിരിക്കും അണ്ടർ ക്യാപിറ്റലൈസേഷൻ കമ്പനിയിൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ അണ്ടർ ക്യാപിറ്റലൈസേഷൻ. ഇനി what are the difference between over capitalization and under capitalization? The two things are more familiar with ഈ ഒരു ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു, അണ്ടർ ക്യാപിറ്റലൈസേഷനും ഓവർ ക്യാപിറ്റലൈസേഷനും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുവാനും പറ്റും. നമുക്ക് നോക്കാം അതിന്റെ ഡിഫറൻസ് എന്താണെന്ന്. First one, overcapitalization. It arises when actual capital is more than the proper or standard capitalization. എപ്പോഴാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാകുന്നത്? ആക്ച്വൽ ക്യാപിറ്റൽ സ്റ്റാൻഡേർഡ് ക്യാപിറ്റലൈസേഷനേക്കാളും കൂടുതലാവുമ്പോഴാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എപ്പോഴുണ്ടാകും? ജസ്റ്റ് ഓപ്പോസിറ്റ്. Arises when actual capitalization is less than the proper or standard capitalization. സ്റ്റാൻഡേർഡ് ക്യാപിറ്റലൈസേഷനേക്കാളും കുറവാണ് ആക്ച്വൽ ക്യാപിറ്റലൈസേഷൻ എങ്കിൽ that situation is said to be under capitalization എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. Then second, ഓവർ ക്യാപിറ്റലൈസേഷന്റെ കേസിൽ ഏർണിങ്സ് ആർ ലോവർ ആണ്. ഇവിടെ ഏർണിങ്സ് ലോവർ ആണ്, അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല, അവർ ഏർണിങ്സ് ലോവർ ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഏർണിങ്സ് ആർ വെരി ഹയർ ആണ് ഇവിടെ. Then third one, market value of shares is lower. ഓവർ ക്യാപിറ്റലൈസേഷൻ കേസിൽ കമ്പനിയുടെ സിമിലർ കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഒക്കെ വളരെ കുറവായിരിക്കും, ലോവർ ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഈസ് ഹയർ ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ക്രെഡിറ്റ് വർത്തിനെസ് ഓർ റെപ്യൂട്ടേഷൻ ഈസ് റെഡ്യൂസ്ഡ്. ഓവർ ക്യാപിറ്റലൈസേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ക്രെഡിറ്റ് വർത്തിനെസ് നമുക്ക് കൊടുത്തു തീർക്കാനുള്ള ക്രെഡിറ്റ് വർത്തിനെസ് നമുക്ക് ആ ഒരു റെപ്യൂട്ടേഷൻ ഒക്കെ നമുക്ക് വളരെ കുറവായിരിക്കും. പക്ഷെ ഇൻ ദ കേസ് ഓഫ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ക്രെഡിറ്റ് വർത്തിനെസ് ഈസ് വെരി ഹൈ ഓർ വെരി ഈസ് ഇൻക്രീസ്ഡ്. ദെൻ ഫിഫ്ത്ത് വൺ, capital is not efficiently employed. Capital is not efficiently employed means not properly used. നമുക്ക് ഇവ ഓവർ ക്യാപിറ്റലൈസേഷന്റെ കേസിൽ ക്യാപിറ്റൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എഫിഷ്യന്റ്ലി എംപ്ലോയിഡ്, ക്യാപിറ്റൽ ഈസ് എഫിഷ്യന്റ്ലി എംപ്ലോയിഡ്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, മാനേജ്മെന്റ് മേ ഫോളോ അൺഫെയർ പ്രാക്ടീസ് ടു പേ ഹയർ ഡിവിഡൻഡ്. ഓവർ ക്യാപിറ്റലൈസേഷന്റെ കേസിൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഏർണിങ്സ് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് ചിലപ്പോൾ അൺഫെയർ ആയ പ്രാക്ടീസ് ഒക്കെ ആർക്ക് എടുക്കേണ്ടി വരും? മാനേജ്മെന്റിന് എടുക്കേണ്ടി വരും ഇൻ റിലേഷൻ ടു ദ പേ ഓഫ് ഹയർ ഡിവിഡൻഡ്. ഹയർ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് ചിലപ്പോൾ അൺഫെയർ ആയ ചില പ്രാക്ടീസസ് ഒക്കെ ആർക്ക് ഫോളോ ചെയ്യേണ്ടി വരും? മാനേജ്മെന്റിന് ഫോളോ ചെയ്യേണ്ടി വരും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ മാനേജ് മേ ക്രിയേറ്റ് സെവറൽ റിസർവ്സ് ആൻഡ് അബൌട്ട് ടാക്സ് ഓഫ് ഹയർ ഇൻകം. ഇവിടെ റിട്ടേൺ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ടാക്സ് സേവിങ് ചെയ്യാൻ, അതുവഴി നമുക്ക് ടാക്സ് ഹയർ ഇൻകം ടാക്സ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. ദെൻ സെവൻത് വൺ, ഇറ്റ് ഈസ് എ കോമൺ ഫിനോമിന. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു കോമൺ ഫിനോമിനയാണ് സാധാരണ രീതിയിൽ, പക്ഷെ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്നൊരു റെയർ ഫിനോമിനയായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓവർ ക്യാപിറ്റലൈസേഷനും അണ്ടർ ക്യാപിറ്റലൈസേഷനും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക എന്തൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ അണ്ടർ ക്യാപിറ്റലൈസേഷനും ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളത്. ഓക്കെ, ലെറ്റ് us see. Capital structure refers to the mix or composition of long-term source of funds such as equity share capital, preference share capital, debentures, long-term loans and reserves and surplus. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പോസിഷൻ ഓഫ് ലോങ് ടേം ഫണ്ട്. ഇറ്റ്സ് എ കോമ്പോസിഷൻ ഓഫ് ലോങ് ടേം ഫണ്ട് ഓർ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ലോങ് ടേം ഫണ്ട് എന്ന് പറയും. ഓക്കെ, അതാണ് ഇത് ഇക്വിറ്റി ഷെയർസ്, ലോൺസ്, പ്രിഫറൻസ്, ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഈ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിന്റെ ഒരു കോമ്പോസിഷൻ ആണ് അല്ലെങ്കിൽ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ
ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും ഓരോ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ സ്ട്രക്ചർ refers to the mix or composition of long-term source of fund such as equity share capital, preference share capitals, debentures, long-term loans and reserves and surplus. That's all about the long-term fund. അപ്പോൾ ആ ലോങ് ടേം ഫണ്ടിന്റെ ഒരു കോമ്പോസിഷനെയാണ്, അതിന്റെ പരസ്പരമുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ഓരോന്നും എത്രമാത്രം പ്രൊപ്പോർഷനിലാണ് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ക്യാപിറ്റൽ, നമ്മൾക്ക് ഒരു ഫണ്ട്, നമ്മുടെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു ക്യാപിറ്റൽ ഉണ്ട്. ആ ക്യാപിറ്റലിൽ എത്ര, അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ, ആ ക്യാപിറ്റലൈസേഷന് ഓരോ ഈ പറഞ്ഞ ലോങ് ടേം സോഴ്സിന് എത്രമാത്രം പ്രൊപ്പോർഷൻ ഉണ്ട്. ഇക്വിറ്റി ഷെയർ എത്ര പ്രൊപ്പോർഷൻ, പ്രിഫറൻസ് ഷെയർ എത്ര പ്രൊപ്പോർഷൻ, അതർ ലോങ് ടേം ലോൺസ് എത്ര പ്രൊപ്പോർഷൻ, ഡിബെഞ്ചേഴ്സിനെ നമുക്ക് എത്രമാത്രം ആശ്രയിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രൊപ്പോർഷൻ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു കോമ്പോസിഷൻ ആണ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു മിക്സ്ചർ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. Capital structure is a mix of debt and equity which a company uses finance or long term operation. ഒരു കമ്പനി അവരുടെ ലോങ് ടേം ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള ഒരു മിക്സ്ചറിനെയാണ്, അല്ലെങ്കിൽ ഒരു മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഇറ്റ്സ് എ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി വിച്ച് എ കമ്പനി യൂസസ് ടു ഫൈനാൻസ് ഇറ്റ്സ് ലോങ് ടേം ഓപ്പറേഷൻ. അപ്പോൾ ബിസിനസിന്റെ ലോങ് ടേം ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉള്ള ഫൈനാൻസ് ആയ ഡെപ്റ്റും ഇക്വിറ്റിയുടെയും ഒരു മിക്സിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡെപ്റ്റ് എന്താണെന്ന് നമ്മൾക്കറിയാം. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലോൺസ്, ഡിബഞ്ചേഴ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഡെപ്റ്റിൽ വരുന്നത്. ദെൻ ഇക്വിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇക്വിറ്റിയിൽ വരുന്നത്. ഡെപ്റ്റ് ക്യാപിറ്റൽ ഈസ് എ കമ്പനി ലോങ് ടേം ബോറോയിങ്സ്. ഡെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ലോങ് ടേം ലോൺസ്, ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ ഡെപ്റ്റ് ക്യാപിറ്റലിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ ഇക്വിറ്റി ക്യാപിറ്റൽസ് ലോങ് ടേം ഫണ്ട് പ്രൊവൈഡഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓണേഴ്സോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, whereas the capital structure refers to the combination of different sources of capital used by the organization to finance its activities. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫണ്ട്. ബിസിനസിന്റെ ഡിഫറെന്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റലിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന് അവരുടെ ആക്ടിവിറ്റീസിന് ഫൈനാൻസ് ചെയ്യുന്ന ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫണ്ടിനെയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് ഇസ് എ combination of different source of capital by an organization to finance its activities. In short, capital structure means proportion of debt and equity in the total capital of a company. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും ടോട്ടൽ ക്യാപിറ്റലിലുള്ള പ്രൊപ്പോർഷനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ടോട്ടൽ ക്യാപിറ്റലിൽ ഡെപ്റ്റിന്റെ എത്ര പ്രൊപ്പോർഷൻ ഉണ്ട്, ഇക്വിറ്റിയുടെ എത്ര പ്രൊപ്പോർഷൻ ഉണ്ട്, അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ചില ഡെഫിനിഷൻ ഉണ്ട്, നമുക്ക് ആ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറ്റ് ഇൻവോൾവ്സ് ദ റെസ്പെക്ട് ടു എ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ടു ബി ഇഷ്യൂഡ്. ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി ടു ബി ഇഷ്യൂഡ്, ഏത് തരത്തിലുള്ള സെക്യൂരിറ്റീസ് നമുക്ക് ഇഷ്യൂ ചെയ്യാം ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഫണ്ട് ഓർ ഒബ്റ്റൈനിങ് ഫണ്ട്. അതുപോലെ തന്നെ ദ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി, ഓരോ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയിലും റിലേറ്റീവ് പ്രൊപ്പോർഷൻ, അവ തമ്മിലുള്ള ബന്ധം, എത്ര ശതമാനം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണം, എത്ര ശതമാനം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യണം, അതിനെയാണ് റിലേറ്റീവ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഡിസിഷൻ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നത്. ഒന്ന്, ഏത് ടൈപ്പ് സെക്യൂരിറ്റിയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ആ സെക്യൂരിറ്റികൾ തമ്മിലുള്ള ആ പ്രൊപ്പോർഷൻ എന്തായിരിക്കും, അവന്റെ റിലേഷൻഷിപ്പ് എന്തായിരിക്കണം എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്ത തീരുമാനങ്ങൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ഡെഫിനിഷൻ നോക്കാം. നമ്മൾക്ക് RH വെസൽസിന്റെ ഡെഫിനിഷൻ നോക്കാം. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് എംപ്ലോയിഡ് ഇൻ എ ബിസിനസ്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എന്താണ് പറയുന്നത്, ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്. ബിസിനസിന്റെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിനെയാണ്, ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്ന ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ ജസ്റ്റൻബർഗിന്റെ മറ്റൊരു ഡെഫിനിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദ കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ദാറ്റ് മേക്ക് അപ്പ് ക്യാപിറ്റലൈസേഷൻ.
Capital structure എന്ന് പറഞ്ഞാൽ refers to the kind of securities, kind of funds that make up capitalization. Capitalization എന്ന് പറയുന്ന capitalization എന്താണെന്ന് വിശദമായി പറഞ്ഞില്ലേ, അതിലേക്കുള്ള കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസിന്റെ പ്രൊപ്പോർഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ റിഫേഴ്സ് ദ കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ദാറ്റ് മേക്ക് അപ്പ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന അതിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഏതൊക്കെ ഈ കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് നമ്മളുള്ളത്, അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, then what are the difference between capitalization and capital structure? ക്യാപിറ്റലൈസേഷനും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. what are the difference ക്യാപിറ്റലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഈ രണ്ട് ടേം ഞാൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ് ആണ്, ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആണ്, പ്യൂർലി ക്വാണ്ടിറ്റേറ്റീവ് ആണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റ് ആണ്, ഒരു ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്, ഇവിടെ ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രൊപ്പോർഷനെയാണ്, നമ്മൾ അതിന്റെ ഒരു മിക്സ്ചറായ ആ ഒരു തീരുമാനത്തെയാണ് നമ്മൾ സാധാരണ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Then capitalization, second one, in a broad sense, it refers to the determination the total needs of capital, its structure and the arrangement of fund. It includes capital structure itself. അപ്പൊ ക്യാപിറ്റലൈസേഷനെ കൊണ്ട് ക്യാപിറ്റലൈസേഷൻ ബ്രോഡ് സെൻസിൽ പറയുകയാണെങ്കിൽ എന്താ പറഞ്ഞത്, ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ നീഡ്സ് ഓഫ് ക്യാപിറ്റൽ, എത്രമാത്രം ക്യാപിറ്റൽ ആവശ്യമുണ്ട്, ഇറ്റ് സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ഫണ്ട്, ആ ഫണ്ടിനെ നമുക്ക് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, എങ്ങനെ അറേഞ്ച് ചെയ്യാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം കൂടി ഇതിൽ ക്യാപിറ്റലൈസേഷൻ ഉൾപ്പെടുന്നുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം ഒരു ബ്രോഡ് സെൻസിലാണ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ മീൻ ചെയ്യുന്നതെങ്കിൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ക്യാപിറ്റലൈസേഷനിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഇൻ എ ബ്രോഡ് സെൻസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷന്റെ ഒരു ഭാഗം മാത്രമാണ്. ക്ലിയർ? അപ്പൊ ക്യാപിറ്റലൈസേഷന്റെ ഒരു ഭാഗം മാത്രമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഡിറ്റർമൈൻ ദ റേഷ്യോ ഇൻ വിച്ച് ദ ടോട്ടൽ ക്യാപിറ്റൽ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഡിഫറെന്റ് സോഴ്സസ്. ഇതെന്താണ് തീരുമാനിക്കുന്നത്? ദ റേഷ്യോ ഇൻ വിച്ച് ദ ടോട്ടൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഡിഫറെന്റ് സോഴ്സസ്. ഈ ടോട്ടൽ ക്യാപിറ്റലിലേക്ക് ഓരോ സോഴ്സ് ഓഫ് ഫണ്ടും എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതിന്റെ റേഷ്യോ ആണ് നമ്മൾ എവിടെ കാണുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കാണുന്നത്. പക്ഷെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എത്രമാത്രം ക്യാപിറ്റൽ ആവശ്യമുണ്ട്, അതെങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം, അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കണം, അതിന്റെ അറേഞ്ച്മെന്റ് എന്തായിരിക്കണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ ക്യാപിറ്റലൈസേഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, then third classification, capitalization in a narrow sense, the total amount of capital raised through shares, debentures, bonds, loans and retained. ഒരു നാരോ സെൻസിൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റൈസ്ഡ്, ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നാരോ സെൻസിൽ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ ഷെയർസ് ഉണ്ടാവും, ഡിബഞ്ചേഴ്സ് ഉണ്ടാവും, ബോണ്ട്, ലോൺസ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ക്യാപിറ്റൽ സ്ട്രക്ചർ നാരോ സെൻസിൽ പറയുന്നത് ഇറ്റ്സ് എ മേക്കപ്പ് ഓഫ് ദ ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ഈ ഒരു ഫണ്ട് കളക്ഷൻ, ഈ പ്രോസസ്സിനെ മേക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറയുന്നത്. അതിലും ഈ പറയുന്ന ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. Then capitalization, fourth difference, it is classified as over capitalization and under capitalization. ക്യാപിറ്റലൈസേഷൻ സാധാരണ രീതിയിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ അതുപോലെ തന്നെ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്നീ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷേ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇറ്റ് മേ ഐ ഗിയർഡ് ഓർ ലോ ഗിയർഡ്, അങ്ങനെയാണ് പറയാ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഐ ഗിയർ, ലോ ഗിയർ എന്നുള്ള തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുക. ഐ ഗിയർ ആണോ അല്ലെങ്കിൽ ലോ ഗിയറിലാണോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻസ് ഉള്ളത് എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പറയുക. പക്ഷേ ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഇറ്റ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു അണ്ടർ ഓർ ഓവർ. ഓക്കെ, then fifth one, it is mainly influenced by the internal requirement of the company. ക്യാപിറ്റലൈസേഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇതിനെ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇന്റേണൽ റിക്വയർമെന്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇന്റേണൽ റിക്വയർമെന്റ് ആണ് ക്യാപിറ്റലൈസേഷനെ കൂടുതൽ സ്വാധീനിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കമ്പനി. ദാറ്റ് മീൻസ് ഷെയർ മാർക്കറ്റ്, മാർക്കറ്റ് കണ്ടീഷൻസ്, ഇൻവെസ്റ്റേഴ്സ് സൈക്കോളജി, ഗവൺമെന്റ് പോളിസീസ്, that's all about the external factors that affect the process of capital structure. Capital structure ne adu affect ചെയ്യും, influence ചെയ്യും. But in the case of capitalization it affect or it influences by the internal requirement of the company.
ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് ആയിട്ട് നമ്മൾക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ടേം ആയ ക്യാപിറ്റലൈസേഷൻ, അതിന്റെ ടൈപ്സ് ഓവർ ആൻഡ് അണ്ടർ, അതേപോലെ തന്നെ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുന്ന വളരെ ഈസി ആയ ഒരു ടോപ്പിക്കാണ്, നിങ്ങൾ നേരത്തെ കേട്ട ടോപ്പിക്കുമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഇതേ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റു ടോപ്പിക്കുമായി വീണ്ടും കാണാം.